നമ്മളെല്ലാ മക്കളെയും ഈ മാർഗത്തിൽ ഹാഫിളീങ്ങളായിട്ടും ഹാഫിളാത്തുകളായിട്ടും വാർത്തെടുക്കാൻ അതിനുവേണ്ടി എല്ലാവിധ സംവിധാനം ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ അൽബുസ്താൻ ഇപ്പോൾ പലരും വരാത്തത് കൊണ്ട് ഉറങ്ങിക്കിടക്കുകയാണ്. നമുക്ക് ഉണർത്തിയെടുക്കണം, സജീവമാക്കണം. പിന്നെന്ത് വിശേഷങ്ങളൊക്കെ എല്ലാവരും പറയുക. എനിക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് 2 ദിവസം കൊണ്ട് ആശുപത്രി കേസുമായിട്ട് ബന്ധപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ദുആ ചെയ്യുക. ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളു. ഡെങ്കിപ്പനിയുടെ ലക്ഷണമെന്ന് പറയുന്നുണ്ട് ഡോക്ടർ, സ്ഥിരീകരിച്ചില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ കൗണ്ടിങ് കുറഞ്ഞതിൻ്റെ പേരിലും മറ്റ് അസ്വസ്ഥതകളുള്ളതിൻ്റെ പേരിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യുക. 12 റിസൾട്ട് നാളെ എത്തേണ്ടതുണ്ട്. അതിന് അനുകൂലമാണ് വേണ്ടി എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ തിരുവനന്തപുരത്ത് നിറപുഞ്ചിരിയോടുകൂടി മാത്രം വളരെ സൗമ്യമായി പെരുമാറുന്ന ഒരു പണ്ഡിതനാണ് പൊരേടം സലീം മൗലവി. അദ്ദേഹം കഴിഞ്ഞ ഒരാഴ്ചയായി ചെറിയൊരു പനിയുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. അത് ഡെങ്കിപ്പനിയുടെ റിസൾട്ട് ഇപ്പോഴാണ് വന്നത്. പെട്ടെന്ന് ബ്ലഡ് കൗണ്ടിങ് താന്ന് അദ്ദേഹം അള്ളാഹുവിൻ്റെ വേദനയില്ലാത്ത ലോകത്തേക്ക് ആ മഹാപണ്ഡിതൻ അള്ളാഹുവിലേക്ക് യാത്രയായി. അദ്ദേഹത്തിന് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ പ്രയാസപ്പെടുന്ന ആ കുടുംബത്തിന് അള്ളാഹു സമാധാനവും ആശ്വാസവും പ്രദാനം ചെയ്യുമാറാകട്ടെ. പരിശുദ്ധമായ ഒരു ശഅബാനിൻ്റെ തുടക്കത്തിലാണ് നമ്മളൊക്കെയും. പരിശുദ്ധ റമദാനിനെ വളരെയേറെ പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തിരുന്ന എൻ്റെ ആത്മാർത്ഥ സുഹൃത്തായിരുന്ന ആ സഹോദരൻ, നമുക്കറിയില്ല സഹോദരങ്ങളെ, നമ്മളിപ്പോൾ നമസ്കരിച്ച ഈ മഗ്രിബ് നമസ്കാരം പോലും സൊല്ലി സ്വലാത്ത മുവദ്ദിഇൻ പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തിയതുപോലെ ഒരുപക്ഷെ ഈ നമസ്കാരം എൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ നമസ്കാരമായേക്കാം. ഓരോ നമസ്കാരത്തിലും നമുക്കുണ്ടാകേണ്ട ചിന്ത, നമ്മുടെ പ്രിയപ്പെട്ടവരിൽ പലരും അള്ളാഹുവിൻ്റെ പരലോകത്തേക്ക് യാത്രയാകുമ്പോഴും നാം മരണത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ, പരലോകത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും, ഏതൊരു മരണത്തിൽ നിന്നാണോ നിങ്ങൾ ഓടി അകലാൻ ശ്രമിക്കുന്നത്, ആ മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. മരണത്തോടു കൂടിയാണ് വേദനകളില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത, അനന്തമായ, അനശ്വരമായ അള്ളാഹുവിൻ്റെ പടച്ച റബ്ബിലേക്കുള്ള മടക്കയാത്ര. വിശുദ്ധ ഖുർആൻ നമ്മളോട് ചോദിച്ച ഒരു വലിയൊരു ചോദ്യം, പരിശുദ്ധ റമളാൻ ഒരു വെളിപ്പാടകലെ നമ്മുടെ മുന്നിലേക്ക് വന്ന് നിൽക്കുമ്പോൾ നാം ഓരോരുത്തരെയും അള്ളാഹു ആ പരിശുദ്ധ റമളാനിലേക്ക് ആയുസ്സും ആരോഗ്യവും നൽകി എത്തിക്കുമാറാകട്ടെ. ആ റബ്ബിൻ്റെ വലിയൊരു ചോദ്യം, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ, വൽ തൻളുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, നമ്മുടെ ആത്മാർത്ഥ ആ സുഹൃത്ത് അള്ളാഹുവിൻ്റെ പരലോകത്തേക്ക് യാത്രയായതുപോലെ നാമും അള്ളാഹുവിലേക്ക് യാത്രയായാൽ എൻ്റെ ഖബറിലേക്കും എൻ്റെ പരലോകത്തേക്കും എൻ്റെ മീസാൻ എന്ന തുലാസിലേക്കും എന്ത് പാതേയമാണ്, എന്ത് പൊതിച്ചോറാണ് പരലോകത്തേക്കു വേണ്ടി നാം തയ്യാറാക്കി വച്ചിരിക്കുന്നതെന്ന് ഓരോരുത്തരുമൊന്ന് കണക്ക് നോക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വരുന്ന റമളാൻ ആയുസ്സോടെയും ആരോഗ്യത്തോടെയും അല്ലാഹു നമ്മെ അതിലേക്ക് എത്തിക്കുകയും
ആ റമദാനിന് മുന്നേ ആത്മീയമായി ഒരുങ്ങുവാനും പരലോക ചിന്തയിൽ മനസ്സ് കുടികൊള്ളുവാനും അള്ളാഹുവിൻ്റെ പ്രീതിയെയും പൊരുത്തത്തെയും കാംക്ഷിച്ച് നമ്മുടെ നാവിനെയും നമ്മുടെ ഹൃദയത്തെയും പൈശാചിക കുതന്ത്രങ്ങളിൽ നിന്ന് മാറി നന്മയിലായി ജീവിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.